ജീവനക്കാരെ പറ്റിച്ചു ബിലീവേഴ്സ് കാർമൽ എഞ്ചിനീയറിംഗ് കോളേജ് പൂട്ടി. വർഷങ്ങൾ നീണ്ട തയ്യാറെടുപ്പിന് ശേഷം സിനിമാ കഥയെ വെല്ലുന്ന തിരക്കഥ തയ്യാറാക്കി KP യോഹന്നാനെ തട്ടിക്കളഞ്ഞ് ഒരു സിനിമാ കഥയെ വെല്ലുന്ന ക്ലൈമാക്സോടെ നല്ല കളർഫുള്ളായി കുഴിച്ചുമൂടി. ഉണവിശ്വാസികളും ജനങ്ങളും 48 മണിക്കൂർ കഴിയുമ്പോൾ ഇതെല്ലാം മറക്കും. ഇനി ഇവർ ഉദ്ദേശിച്ചയാളെ പരമനാക്കി അടിപടലം വെട്ടാം എന്ന ആശ്വാസത്തിലിരിക്കുകയാണ് കൃത്യം നിർവഹിച്ചവരും അതിൻ്റെ മാസ്റ്റർ ബ്രെയിനുകളും. എല്ലാ സംവിധാനങ്ങളെയും അവർ ഉദ്ദേശിച്ചതുപോലെ വരുതിയിലാക്കുവാൻ കഴിഞ്ഞു. എങ്കിലും i2i ന്യൂസിൽ കൂടിയാണ് ജനങ്ങൾ ഇതിൻ്റെ പിന്നിലുള്ള പറാട്ട് നാടകങ്ങൾ മനസ്സിലാക്കിയത്, ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. KP യോഹന്നാനെ കുഴിച്ചുമൂടിയ ആ രാത്രിയിൽ തന്നെ എന്നെയും തീർക്കും എന്നായിരുന്നു പൊന്തപ്പള്ളി അടുത്ത വിശ്വസ്തരോട് പറഞ്ഞത്. ഇന്നലെ മുതൽ ഫോണിൽ ഭീഷണിയും ചീത്തവിളിയും ശക്തമായി ആരംഭിച്ചിട്ടുണ്ട്. ഇനിയും വാർത്ത തുടർന്നാൽ എന്നെ കൊന്നുകളയുമെന്നാണ് ഭീഷണി. ഭീഷണി വന്ന സ്ഥിതിക്ക് മരണം പിന്നാലെയുണ്ടെന്നറിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ ആ അന്വേഷണം കൂടുതൽ ശക്തമാക്കുകയാണ്. നാളെ മുതൽ ഏതൊരു കുറ്റകൃത്യവും എത്ര സമർത്ഥമായി നിർവഹിച്ചാലും മറയ്ക്കുവാൻ ശ്രമിച്ചാലും ദൈവത്തിൻ്റെ അദൃശ്യകരങ്ങൾ അവിടെ അവശേഷിക്കും എന്ന് പറയുന്നത് വെറുതെയല്ല. ആ കച്ചിത്തുരുമ്പിൽ പിടിച്ച് ഞങ്ങളുടെ യാത്ര നാളെ മുതൽ ആരംഭിക്കുകയാണ്. KP യോഹന്നാൻ്റെ പേരിലുള്ള സ്വത്തുവകകൾ കഴിഞ്ഞ 3-4 വർഷങ്ങൾ കൊണ്ട് മാറ്റപ്പെടുകയോ വിൽക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് പത്തനംതിട്ട ജില്ലയിലെ പെരുന്നാട് ബിലീവേഴ്സ് ചർച്ച് കാർമൽ എഞ്ചിനീയറിംഗ് കോളേജ്. അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് കള്ളപ്പണത്തിൻ്റെ കുത്തൊഴുക്കുണ്ടായിരുന്ന സമയത്താണ് 2011 പാലാഴി ബാർ ഉടമ ബാബു തോമസിൻ്റെയും സംഘത്തിൻ്റെയും കയ്യിൽ നിന്ന് കാർമൽ എസ്റ്റേറ്റും കാർമൽ എഞ്ചിനീയറിംഗ് കോളേജും വാങ്ങുന്നത്. കാർമൽ ട്രസ്റ്റിൻ്റെ പേരിലുണ്ടായിരുന്ന ഈ വസ്തുവകകൾ ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന ട്രസ്റ്റ് പുനർനാമകരണം ചെയ്ത അയന ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേരിലേക്ക് മാറ്റി. അത്യാവശ്യം നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഈ സ്ഥാപനം ഇപ്പോൾ പൂട്ടി. മാസങ്ങളായി ഇവിടെ പ്രവർത്തിച്ച അധ്യാപകർക്കും എന്തിന് ക്ലാസ് 4 ജീവനക്കാർക്ക് വരെ ശമ്പളവും ഗ്രാറ്റുവിറ്റിയും മറ്റ് ആനുകൂല്യങ്ങളും ഒന്നും നൽകാതെ പറഞ്ഞു വിട്ടു. ഒടുക്കം അവരിൽ ചിലർ കോടതിയെ സമീപിച്ചു കഴിഞ്ഞപ്പോൾ ജപ്തി ഉണ്ടാകും എന്ന ഘട്ടം വന്നപ്പോഴാണ് അവരുടെ പണം നൽകിയത്. കാർമലിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ച ഡോക്ടർ പീറ്റർ തേനാങ്കൽ അദ്ദേഹത്തിൻ്റെ അനുഭവം പങ്കിടുന്നത് കേൾക്കുക. പേര് ഡോക്ടർ പീറ്റർ തേനാങ്കൽ എന്നാണ്. ഞാൻ മൂവാറ്റുപുഴയിൽ നിന്ന് വിളിക്കുന്നത്. ഇപ്പൊ ബാംഗ്ലൂരിൽ താമസിക്കുന്നു. 12 കാര്യങ്ങൾ പറയാൻ വേണ്ടി വിളിച്ചു. ഒന്ന്, ഈ KP യോഹന്നാന്റെ കാർമൽ എഞ്ചിനീയറിംഗ് കോളേജില്ലേ, ഞാൻ അവിടുത്തെ ഒരു അധ്യാപകനായിരുന്നു. അതായത് അത് പാലാഴി ബാബുവിന്റെ ഒക്കെ ആയിരുന്നു കോളേജ്. അവരുടെ നിന്നാണ് KP യോഹന്നാൻ വാങ്ങി. ഒരു 5-8 വർഷം അവർ നടത്തിക്കൊണ്ട് പോയി. പിന്നെ അവര് പൂട്ടിക്കെട്ടുക ചെയ്തത്. പൂട്ടിക്കെട്ടേണ്ട യാതൊരു സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ പൂട്ടിക്കെട്ടുന്ന സമയത്ത് പല അധ്യാപകർക്ക് അവിടെ ശമ്പളം കൊടുക്കാൻ 2-3 മാസം ശമ്പളം കൊടുക്കാനുണ്ടായിരുന്നു. പലരുടെയും സാലറിയുടെ പല ഭാഗങ്ങളും തടഞ്ഞു വെച്ചു. അപ്പൊ ഞങ്ങൾ കുറെ പേര് ഇവിടെ ഗ്രാറ്റുവിറ്റിക്ക് അപ്ലൈ ചെയ്തു. കൺട്രോളിംഗ് അതോറിറ്റിയുടെ അടുത്തുനിന്ന് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി കിട്ടി. അപ്പൊ ഇവര് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ലെറ്റർ കൈപ്പറ്റൂല. എന്നുവെച്ചാൽ പോസ്റ്റ് ഓഫീസിൽ ചെന്ന് എല്ലാം തിരിച്ചയപ്പിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹൈക്കോടതിയിൽ നിന്ന് വിധി സമ്പാദിച്ചാണ്, നമ്മുടെ വക്കീല് ജയശങ്കർ സാറായിരുന്നു, വിധി സമ്പാദിച്ചാണ് ഞങ്ങൾക്ക് പിന്നെ ഗ്രാറ്റുവിറ്റി എമൗണ്ട് കഴിഞ്ഞ 9 മാസം കിട്ടിയത്. എത്ര വർഷം കഴിഞ്ഞിട്ടാണെന്നറിയാമോ? എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനത്തെ അമേരിക്കയിൽ നിന്നുള്ള ഫണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് പെരുന്നാട് കാർമൽ എഞ്ചിനീയറിംഗ് കോളേജ് പൂട്ടിക്കെട്ടിയെന്നുള്ളത്. കാരണം ഇത് കോളേജ് എന്ന് വെച്ചാൽ ഫണ്ട് സെൽഫായിട്ട് ജനറേറ്റ് ചെയ്യും. ആ പരിസരത്തുള്ള കോളേജുകളിലെ നല്ല നിലയിൽ പോയിക്കിട്ടുന്ന കോളേജാണ്. ഇവൻ മോംസിയോ എന്ന് പറഞ്ഞൊരു കോളേജ്, അതുപോലെ ഇപ്പോഴും നിലനിൽക്കുന്നു. ഇത് എന്തുകൊണ്ട് പൂട്ടിക്കെട്ടി എന്നുള്ളത് നിഗൂഢതയാണ്. ഇപ്പോഴും അത് ബിലീവേഴ്സ് ചർച്ചിന്റെ പേരിൽ തന്നെയാണ്. കഴിഞ്ഞ മാസം അവിടെ ഈ ഗ്രാറ്റുവിറ്റി എമൗണ്ട് ഇൻട്രസ്റ്റ് ഉൾപ്പെടെ വാങ്ങാൻ ചെന്ന് കഴിഞ്ഞപ്പോ എല്ലാം കാട് മൂടി അവിടെ കിടക്കുവാണ്. അതിന്റെ ബെഞ്ചും ഡെസ്കും ലൈബ്രറിയും സാധനങ്ങളും എല്ലാം വർക്ക്ഷോപ്പും എല്ലാം എടുത്ത് വിറ്റു. ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അതിന്റെ അവസാനം എന്താ പറയാ, വാട്ടർ ടാങ്ക് വരെ ഒരു ലോറി കയറ്റിക്കൊണ്ട് പോയത്. ഇത്ര കോടിയുടെ ബിൽഡിംഗ് ആണെന്ന് പറയാം അവിടെ ചുമ്മാ കിടക്കുന്നത്. ഈവൻ അവരുടെ ട്രാൻസ്ഫോമർ വരെ എടുത്ത് വിറ്റു. മാനേജറായിട്ടിരുന്ന ആളെ ഒരു ഫാദർ വില്യം, അയാളാണ് നമ്മുടെ പണ്ട് അവിടെ 2007-2008 കാലഘട്ടത്തില് അവിടെ കുറെ സുവിശേഷകര് ഈ മഞ്ഞാടിയിൽ സത്യാഗ്രഹം ഇരുന്നില്ലേ, അവർക്ക് റെമ്യൂണറേഷൻ കൊടുത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് അത് കഴിഞ്ഞിട്ട് അവരെ തല്ലി ഓടിക്കാൻ രാത്രി ഗുണ്ടകളെ വിട്ട് തല്ലി ഓടിക്കാൻ നേതൃത്വം കൊടുത്തത് ഈ ഫാദർ വില്യം എന്ന് പറഞ്ഞ ആളാണ്. അപ്പൊ അങ്ങനെയുള്ള ആളാണ് ഇതിന്റെ മാനേജറായിട്ടിരുന്നത്. ഇയാള് ഈ ഫാദർ വില്യം എന്ന് പറഞ്ഞ പുള്ളി മട്ടാഞ്ചേരിക്കാരനാണ്, കത്തോലിക്കനായിരുന്നു. ഇയാളെങ്ങാണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞ് 1 വർഷം ബൈബിൾ സ്കൂളിൽ പോയാണ് ഈ അച്ഛനായിട്ട് ഇവിടെ വന്നത്. അപ്പൊ ഇയാളുടെ ഭാഷ എന്നിട്ട് ക്രിസ്തു ശിഷ്യന്മാരൊക്കെ
ഗുണ്ടകളായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇച്ചിരി ഗുണ്ടായുസൊക്കെ വേണമെന്നുള്ളതാണ് ഇയാളുടെ നിലപാട്. പത്രോസ് വാളെടുത്ത് വെട്ടിയതിന്റെ കാര്യം ആയിരിക്കും പറഞ്ഞത്, പക്ഷേ ബാക്കി എന്താ സംഭവിച്ചെന്നുള്ള കാര്യം അയാൾ മറന്നുപോയി. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇതെന്താ കാട്ടിലെ തേടി തേവരുടെയാണ്, ഇതൊക്കെ ചുമ്മാ കിട്ടിയ പൈസയാണല്ലോ. അതുകൊണ്ടാണ് ഇതിനെ ഈ രീതിയിൽ ഇവര് കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്ന് തോന്നുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം സാറ് അടുത്ത തിരുവനന്തപുരം ഭദ്രാസനത്തിന്റെ ഒരു ബിഷപ്പോട്ട് സംസാരിച്ചില്ല, സിൽവാനിയസോ, അയാളുടെ അപ്പൻ എന്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഉണ്ട്. അയാള് പെന്തക്കോസ്തിലെ ഒരു പാസ്റ്ററാണ്. ഞാൻ ഇയാളെ എനിക്കറിയാം, ഈ ബിഷപ്പ് എന്ന് പറഞ്ഞ പുള്ളിന്. അയാൾ അന്ന് OM-ലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അച്ഛനും ബിഷപ്പും ഒക്കെ ആയത്. ഇവിടെയൊക്കെ നിലപാട് എങ്ങനെയാണ്. അപ്പൊ ഞങ്ങൾ ഹൈക്കോടതി വരെയും പോയതിനു ശേഷമാണ് ഞങ്ങൾക്ക് എമൗണ്ട് കിട്ടാനുള്ളത് വാങ്ങിയെടുത്തത്. 100-200 സ്റ്റാഫ് ഉണ്ടായിരുന്നല്ലോ, 100-150 സ്റ്റാഫ് ഉണ്ടായിരുന്ന. അവർക്ക് എന്തോരം മേഖല കണ്ണീര് അവിടെ വീണിട്ടുണ്ടെന്നറിയാവോ. 3-4 മാസ ശമ്പളവും അടി തൂപ്പുകാര്, വിറക് വെട്ടുകാര് തൊട്ട് ഡ്രൈവർമാര് തൊട്ട് പലരുടെയും ശമ്പളം പിടിച്ചു വെച്ചാണ് ഈ പണിയൊക്കെ ചെയ്തത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.